എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ചെടിയുടെ 2 വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുൽത്തകിടിയില്ലേ, കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുൽത്തകിടി ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്ഥലം ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്, പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യണം, പുൽത്തകിടി വേണം എന്നൊക്കെ നമ്മുടെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രീമാണ് നമ്മൾ ചെയ്തെടുത്തത്. നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 140 രൂപ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ വേണമെങ്കിൽ ഇതേ താഴെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു പുൽത്തകിടി ഇന്നിതേ നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പം തൽക്കാലത്തെ മീൻ വെട്ടുന്നതും അതുപോലെ പച്ചക്കറി അരിയുന്നതൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു കത്രികയാണ്. അതൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മണി പ്ലാന്റ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മോശമായി പോവില്ലേ, എന്താ ചെയ്യാറ്, അതിന് പോട്ട് മിക്സ് എന്താണെന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ കുറച്ച് നാളെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ പുല്ല് ഇതുപോലെ അങ്ങനെ നീണ്ട് നവർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വിടേണ്ട ടൈം ആയിട്ടുണ്ട്, കുറച്ച് നാളായി. ഞാനിത് കാലുകൊണ്ട് തട്ടുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത് കാലിലൊക്കെ കുടുങ്ങി പോവുകയാണ്. പിന്നെ കുറച്ചൊക്കെ ഇതുപോലെ മുകളിൽ ഇങ്ങനെ തൂങ്ങി വന്നതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കളകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പേൾ ഗ്രാസിൻ്റെ ഡൂപ്ലിയില്ലേ, നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന അതും കുറേ ഇതിൻ്റെ നടക്ക് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എല്ലാം പുറത്തോട്ട് ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണ്. പിന്നെ ഇത് ഇവിടെ അപ്പുറം പറമ്പിലൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ ഇലയാണ് ഇവിടെയൊക്കെ മുഴുവനായിട്ട് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ കവർ ചെയ്തില്ല കേട്ടോ, ആ ഏരിയ നമുക്കിന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോർഡർ ഗ്രാസിൻ്റെ ഡൂപ്ലി ഇല്ലേ, അതാണ് ഇവൻ. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. പിന്നെ അതുകൂടാതെ കുഞ്ഞു വേറെ കളകളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് കളകളൊക്കെ മെയിനായിട്ടൊന്ന് പറിച്ചെടുക്കണം. പിന്നെ കട്ട് ചെയ്തിടണം. ശരിക്കും പറഞ്ഞാലില്ലേ, നമ്മൾ ഈ പേൾ ഗ്രാസ് കട്ട് ചെയ്താലാണ് ഭംഗി കൂടുതലുണ്ടാവുക. കട്ട് ചെയ്ത് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാലാണ് അതിന് ഭംഗി കൂടുതലുണ്ടാവുക. പിന്നെ മറ്റുള്ള ഗ്രാസുകളെക്കാട്ടി മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ നീണ്ടു നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലല്ലേ, ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ല സംതൃപ്തി കിട്ടുന്ന ജോലിയാണ്. എല്ലാം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് കാണുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു കുഞ്ഞൊരു ഇതുപോലെ ഒരു ഗ്രീനറി വേണം എന്നുള്ളത്. അപ്പം ഞാൻ നമ്മുടെ വീട് പണിയുടെ സമയത്ത് മുറ്റത്തിൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതുപോലെ ഒരു കുഞ്ഞു പൊസിഷൻ ഒഴിവാക്കി തരണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം നമുക്ക് റെഡിയാക്കി തന്നത്. അപ്പം മുറ്റം ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മുറ്റം ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. പണിയുന്ന ടൈമിലുള്ളതേ മുഴുവനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രീനറി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന, സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. പുല്ല് നിറയരുത്, അടിക്കും. പുല്ല് നിറയാൻ അടിക്കും. ഇതിലൂടെ കളിക്കാൻ ആരുമില്ല, ഇതായിട്ട് മനസ്സിലാ. കളിച്ചു. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന വൈകുന്നേരമാണ് കേട്ടോ. അപ്പം വൈകുന്നേരം സമയത്ത് ഇതുപോലെ പിങ്കിമോളെ ഇറക്കി വിട്ടിട്ട് കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളും വന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കുറേ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും ഒക്കെ പുല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളില്ലേ, അതിൻ്റെ മുകളിൽ ഇതുപോലെ പൊങ്ങി കിടക്കുന്ന ആ പുല്ലില്ലേ, നീണ്ട നിവർന്ന് കിടക്കുന്ന, അത് ഇതുപോലെ നമ്മൾ ഇരുന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ നടക്കില്ല. നമ്മൾ ഈ ഒരു കുഞ്ഞു കത്രികയും വെച്ച് നടന്നു കഴിഞ്ഞാൽ ഈ പരിപാടി ഇപ്പോഴൊന്നും തീരലുണ്ടാവില്ല. പിന്നെ നമുക്ക് ആ ഒരു ഗ്രാസ് കട്ട് ചെയ്യുന്ന കത്രിക തന്നെയില്ലേ, അത് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതേ മോനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം അവർക്കും ഒരു ക്രേസ് ആയിട്ടോ, ഞാനിതുപോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് മുറിക്കുന്നതൊക്കെ കണ്ടപ്പം. അപ്പോൾ അവനും എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കുറച്ച് കൊതുകടിയൊക്കെ കൊള്ളേണ്ട വന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതില്ലാതിരിക്കില്ലല്ലോ. പക്ഷെ നമുക്ക് അതിന് കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാനിതുപോലെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇറങ്ങുമ്പോൾ വിചാരിച്ചില്ല ഇത്ര പണിയുള്ള പണിയാണെന്ന്. അവസാനം ഞാൻ നല്ല പണിപ്പെട്ട് ഇരുന്നും കിടന്നൊക്കെ പറിച്ച് ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്താൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് അതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇനി കട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാനും പറ്റും. നല്ല നീറ്റായി കിടക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടേ, നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് വന്നത്. ആദ്യം ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഭംഗി കുറവായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും പുല്ല് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട്.
ശരിക്കും ഇതിൻ്റെ ഒരു 1/3 ഭാഗമാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ഷീറ്റിനെങ്ങാണ്ട് 120 130 രൂപ എങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ 2 ഷീറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാനിവിടെ നട്ടത്. ശരിക്കും 2 ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഷീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് കളയണ്ടോ, അതുകൊണ്ട് ഭയങ്കര സങ്കടം. ഇത്രയും പുല്ല് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കളയണല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സത്യമാണ് അത് കളയണമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. ഇനി ചെറിയ കുറച്ച് മേക്ക് ഓവർ കൂടി ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നില്ല, നമുക്ക് കുറച്ച് ചെടികളെ വാങ്ങിച്ചിട്ട് വേണം ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഏരിയയിൽ നമ്മൾ ആ സമയത്ത് പുല്ല് നട്ടിട്ടുണ്ടായില്ല. നമുക്ക് അന്നേരം നടാനുള്ള ആ ഒരു സാധനം കയ്യിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പം വളർന്ന് അങ്ങോട്ട് മുറിച്ച് നടാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ചട്ടികളൊക്കെ മാറ്റുന്നതിൻ്റെ ഇടയിൽ നിന്ന് 2 ചിരട്ട കിട്ടി. ആ ചിരട്ടയിൽ നിറച്ചും നമ്മുടെ ഒച്ച ചേട്ടന്മാരാണ്. അപ്പോൾ ഈ ഒച്ച ചേട്ടന്മാരെയൊക്കെ ഒന്ന് കൊലപാതകം നടത്താം. ആഹാ, എന്തൊരു സന്തോഷം. ഈ ഒരു പണീൻ്റെ ഇടയ്ക്ക് കൊലപാതകവും കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പം അതും ചെയ്ത് വെച്ചിട്ട് ഇതേ ഇനിയെല്ലാം മലിഞ്ഞങ്ങനെ തീർന്നോളും. ഇനി ഇതെല്ലാം അടിച്ച് വാരി ഒന്ന് അവിടെ നമുക്ക് കൊത്തി വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ പുല്ല് നടാനായിട്ട്. അപ്പം ഞാൻ കൊത്തി വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ പണി പാളി. അവിടെ ഇല്ലേ, നമുക്ക് ആ ഒരു മാമ്പട്ടി കൊണ്ട് അവിടെ കൊത്തിയിട്ടൊന്നും ആവണില്ല, അങ്ങോട്ട് ഇറങ്ങുന്ന വരില്ല, നല്ല ഉറച്ച് കിടക്കുവാണ് മണ്ണ്. ശരിക്കും സിമെൻ്റ് ഇട്ട പോലെയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് നനച്ചിട്ടിട്ട് നമുക്ക് പിറ്റേ ദിവസം ഒന്ന് കൊത്തി വൃത്തിയാക്കാം കേട്ടോ. കാരണം ഇത് ഏകദേശം 6 മണിയൊക്കെ 6:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അകത്ത് കയറണം. പിന്നെ കൊതുകും, അതുകൂടാതെ നമുക്ക് ഈ വെളിച്ചം ഉണ്ടാവില്ല ഇവിടെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അവനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്, അമ്മയെ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തന്നെ വൈകുന്നേരം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. വൈകുന്നേരം നമുക്ക് മുറ്റത്തുള്ള പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ, രാവിലെ ഒന്നും നടക്കത്തില്ല. അപ്പം ഞാനത് മമ്പട്ടിയൊക്കെ വെച്ച് നനച്ചിട്ടത് കൊണ്ടൊന്ന് നമുക്ക് കൊത്തി റെഡിയാക്കാൻ പറ്റി. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കൊത്തി റെഡിയാക്കി ആ നിലമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് ആ ഒരു സൈഡിൽ ചെറിയൊരു ഹോളുണ്ട് കേട്ടോ വെള്ളമൊക്കെ പോകാനായിട്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ പോകാനായിട്ടുള്ള സ്ലോപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുന്നത്. ഇതേ നമ്മൾ ആദ്യം ചെയ്ത അതേ പരിപാടി തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് 2-3 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ വളർന്ന് വരുന്നത് തന്നെ ഇങ്ങനെ വേര് വന്ന പുല്ലുകളുണ്ട്. അപ്പോൾ ആ പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തി കുഞ്ഞു കുഴി ഉണ്ടാക്കി അവിടെ ഇച്ചിരി വളം കൊടുക്കാം. ഞാനിവിടെ ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും വേപ്പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ ഇച്ചിരി ഇട്ടിട്ടാണ് അതിലാണ് ഇതുപോലെ ഒന്നും ഈ കുഞ്ഞു കഷ്ണാക്കിയിട്ട് ഒരു 2-3 പീസൊക്കെ ഒരുമിച്ചാണ് ഓരോ കുഴിയിലും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് പിടിച്ചോളും എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ മുന്നേ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴി കുറച്ചുകൂടി വലുതായിരുന്നു. നമ്മൾ കമ്പി വെച്ചിട്ട് കമ്പിപ്പാരയില്ലേ അത് വെച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊത്തി എല്ലാം വളമൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു കാര്യം നിങ്ങൾ കാണിച്ചു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പുല്ലിന് എന്തെങ്കിലും അസുഖങ്ങളോ അതുപോലെ തന്നെ ഈ ഇത് വരില്ലേ നമ്മുടെ ചതൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ സാഫും അതുപോലെ നീം ഓയിൽ ഉണ്ടെങ്കിൽ നീം ഓയിലും കുറച്ച് എടുക്കുക. രണ്ടും കൂടെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി എടുക്കുക. ഇതിന് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചച്ചാണകം ഉണ്ടെങ്കിൽ പച്ചച്ചാണകവും ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചച്ചാണകമില്ല, ഉണക്ക് ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ മുഴുവൻ ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ദിവസം ഇതുപോലെ തളിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് സാധാരണ വെള്ളം തന്നെ ഒന്ന് അവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. പിന്നെ ഒരു പച്ചപ്പ് വരണമല്ലോ. ശരിക്കും നമ്മുടെ ഈ ഒരു സമയത്ത് പുല്ലൊക്കെ ഉണങ്ങി പോകുന്നൊരു ടൈമാണ്. അപ്പോൾ ഉണങ്ങാതെ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു പേൾ ഗ്രാസ് അടിപൊളിയായിട്ട് നോക്കാം. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുത്താലും മതി. പിന്നെ കളകൾ എപ്പോഴെങ്കിലും കൂടുമ്പോൾ കളകളൊന്നും പറിച്ചെടുക്കില്ലേ. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു ഏരിയ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അധികം മുതൽ മുടക്കില്ലാതെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ നമ്മൾ വിചാരിച്ച നടക്കാത്തതൊന്നുമില്ലെന്നേ. ചെറിയ കുഞ്ഞു കാര്യങ്ങളല്ലേ, അതൊക്കെ നിങ്ങൾ വിചാരിച്ചങ്ങോട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് ഇച്ചിരി വളം പോലെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച കൊണ്ട് നല്ലൊരു ഗ്രീനറി അങ്ങ് വന്നോളും. ആ ഒരു ചെറിയൊരു വാട്ടവും മുണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചെയറൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറയേണ്ടത് സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ. ഇത് ഇവിടെ ചെയ്ത് ഇന്ന് നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പം നമ്മൾ പുതുതായിട്ട് വെച്ചതിനൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ പേൾ ഗ്രാസൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. ഇനി ഈ ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. അത് കുറച്ചുകൂടി കഴിയട്ടെ, പതുക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.